സിപിഎമ്മും മന്ത്രിമാരും ആശാ വർക്കർമാരുടെ സമരത്തെ അവഹേളിക്കുമ്പോൾ സമരക്കാരെ തള്ളാതെ സിപിഐ നേതാവ് ആനി രാജ രംഗത്ത് വരുന്നു. ആശാ വർക്കർമാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് ആനി രാജ പറയുന്നു. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ആനി രാജ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആശാ വർക്കർമാർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ന്യായമായ ഒരു ആവശ്യം തന്നെയാണ്. കാരണം അവരെ ഇന്ന് വരെയും ഇത് കേരളത്തിലെ ആശാ വർക്കർമാരെ മാത്രം രാജ്യമെമ്പാടുമുള്ള ആശാ വർക്കർമാരെ അവരെ തൊഴിലാളികളായി അംഗീകരിച്ചിട്ടുണ്ട്. ഈ രാപകൽ അധ്വാനിക്കുന്ന ഈ മനുഷ്യരെ അങ്ങനെ അവരുടെ അധ്വാനം ചൂഷണം ചെയ്യാതെ അവരെ തൊഴിലാളികളായി അംഗീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം. ആശാ വർക്കർമാരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് അങ്ങേയറ്റം നീതിപൂർവമായ ഡിമാൻഡ് തന്നെയാണ്. അതൊരു സിപിഎം നേതാവിന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാൻ ആ ആർട്ടിക്കിൾ കണ്ടുമില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. സിപിഎം ലീഡർ പറഞ്ഞ കാര്യം അത് അവരോട് ചോദിക്കണം. സമരത്തിന് കിട്ടുന്ന ജനകീയ പിന്തുണയാണ് എളമരം കരീമിന്റെ ആക്ഷേപങ്ങൾക്ക് കാരണമെന്നാണ് ആശാപ്രവർത്തകരുടെ മറുപടി. ആ പ്രതികരണത്തിലേക്ക് കൂടി. തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ 10 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളല്ല. എനിക്ക് തന്നെ ഇപ്പൊ 60 വയസ്സ് ആയിരിക്കുകയാണ്. അപ്പം ഇത്രയും എന്ന് വെച്ചാൽ 17-18 വർഷത്തെ പഴക്കം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. കാരണം ഇത്രയും കാലം ഞങ്ങളെ എല്ലാം കൊണ്ട് അവഗണിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. എനിക്കിതിപ്പോൾ ഓണറേറിയം കിട്ടിയപ്പോഴത്തേക്കും 7000 കൊടുത്തു എന്ന് പറയുന്നല്ല, എനിക്ക് കിട്ടിയത് 5600 രൂപ. ഏത് സംഘടനയായാലും ഏത് കാര്യത്തിലായാലും ഇന്ന് സമരം ചെയ്യാതെ ഏതെങ്കിലും സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഞങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിച്ച് വന്നതല്ല. ഞങ്ങൾ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് അതാത് മാസം ശമ്പളം കിട്ടണം. എന്തിനാ ഞങ്ങൾ ആക്ഷേപിക്കുന്നത്? ഞങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും നാളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും ചുവന്നേരം നോക്കാൻ പറ്റാം. നമ്മൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പം ഇങ്ങനെയുള്ള വർത്തമാനങ്ങളോട് കേൾക്കുമ്പം നമുക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ ആരോടാസം പറയേണ്ടത്? അപ്പോൾ ആരോഗ്യരംഗത്തെ നട്ടെല്ലെന്നും കാലാൾപ്പടയെന്നും വിശേഷണങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ഒരുപാട് കേട്ട വിഭാഗം സമരം ചെയ്ത് മുദ്രാവാക്യങ്ങൾ സർക്കാരിനെതിരെ ആയപ്പോൾ അധിക്ഷേപം കൊണ്ട് നേരിടുന്നു. അതിനുള്ള മറുപടിയാണ് അവരിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായത്.